ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. എന്നെ പരിചയമുണ്ടോ? ഉണ്ടാവില്ല, ഒരു പക്ഷേ. ഇല്ലാത്ത എല്ലാ ആൾക്കാർക്കും നമുക്കൊന്ന് പരിചയപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യാം. പേര് അഖിലേഷ് എന്നാണ്, പക്ഷേ മനു എന്ന കൂട്ടരെന്നെ വിളിക്കാറുള്ളത്. നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി, മനു സാറെ എന്ന് വിളിച്ചോളൂ. ഫിസിക്സ് ആണ് എൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ്. പക്ഷേ നമ്മളിപ്പം 7th ആയതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഒന്നും സെപ്പറേറ്റ് ഇല്ല അല്ലേ. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് പോകാം. ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എനർജീനെ പറ്റിയാൽ പഠിക്കാം. ഊർജ്ജം അറിയാലോ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എനർജിയാണ് കിട്ടുന്നത്. സോ ഈ എനർജി ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല, ക്ലാസ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഒരു ഊർജ്ജം ഉണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. ശരിയാണല്ലോ. നെക്സ്റ്റ് ആ ഒരു PT പീരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കില്ലേ? അങ്ങനെയാണല്ലോ. സോ നമുക്ക് എന്താണ് എനർജി എന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. സംഭവം അത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനൊരു കഴിവ് വേണം. ദ കപ്പാസിറ്റി ടു ഡു എ വർക്കാണ് എനർജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഞാനിങ്ങനെ ഉയർത്തിയത് അല്ലേ, ഇത് എനിക്ക് ഉയർത്താനൊരു കഴിവുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എനർജി. അത് വിട്ടേക്ക്. നമ്മുടെ ചോദ്യം അവിടെ നല്ല വരാം. നമ്മുടെ ആദ്യ ചോദ്യം ലൈറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം. നമ്മുടെ കണ്ടന്റിന്റെ തമ്പുകൾ കണ്ടല്ലേ, ലൈറ്റ് എന്നാണ് അല്ലേ, പ്രകാശ വിസ്മയങ്ങളാണ്. നോക്കൂ, ആദ്യ ചോദ്യം ഇതാണ്: ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി അങ്ങനെ പറയാം. നമുക്കെല്ലാവർക്കും ഊർജം എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും? ഫുഡ് എന്നാണ്. പക്ഷെ അപ്പം ഞാൻ ചോദിക്കും, ഫുഡിലേക്ക് എവിടെ നിന്ന് എനർജി കിട്ടുക? എടാ, ഫുഡിലേക്ക് ആയാലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ആയാലും എവിടെ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്? അതിലേക്കൊക്കെ ഊർജം വരുന്നത് എവിടെ നിന്ന് അറിയാവോ? എന്താ കണ്ടോ, ആരാണത്? നമ്മുടെ സൂര്യൻ അല്ലേ, സണ്ണാണ്. നമ്മുടെ സൂര്യേട്ടനിൽ നിന്നാണ് എന്ത് വരുന്നത്? ഊർജം ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ മറന്നു പോകരുത്, ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആരാണ്? സൂര്യനാണ്. ഒരിക്കലും മറക്കരുത്. സൂര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജീവിച്ചിരിക്കുക പോലുമില്ല. നമ്മുടെ സൗരയൂഥം കേട്ടിട്ടില്ലേ? സൗരയൂഥം, സോളാർ സിസ്റ്റം, അതിന്റെ സെന്ററാണ് ആര്? നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അല്ലേ, അറിയാലോ. സോ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്? ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലൈറ്റ് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഇപ്പൊ ആരെങ്കിലും കണ്ടത്? ഭൂമി അല്ലേ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഉത്തരം നമ്മൾ ഇങ്ങനെ പറയാം. അത് 1 AU അല്ലെങ്കിൽ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്താ പറയാ? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, മലയാളത്തിലും അസ്ട്രോണമിക് യൂണിറ്റ് ആണ് കേട്ടോ. അതായത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? 1 AU അല്ലെങ്കിൽ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? 1 AU എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ആണ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ എഴുതേണ്ടത് അത് 15 കോടി കിലോമീറ്റർ ആണ്. എത്രയാണ്? 15 കോടി കിലോമീറ്റർ. പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഈസ് 15 crore കിലോമീറ്റർ. ഇറ്റ് ഈസ് നോൺ ആസ് AU, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക് യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊന്നു കൂടി പഠിക്കണം. അതാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് ഇയർ? അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം, ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year ആണ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year. ഒരു വർഷം കൊണ്ട് നമ്മുടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് ചോദ്യം. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year. ഓപ്ഷൻസ് കൂടെ ഞാൻ തരാം. എവിടെ ഓപ്ഷൻസ്? എവിടെ? ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് നോക്കി നിങ്ങൾ പിടിക്കണം. വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം എന്താന്ന് മനസ്സിലായല്ലോ. എന്താ ലൈറ്റ് ഇയർ? എന്താ പ്രകാശവർഷം? ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. അത് 9.46 × 10⁻12 ആണ്. എത്രയാണ്? 9.46 × 10⁻12 കിലോമീറ്റർ എന്ന് പറയും. ഇതിനെ നമുക്കൊന്ന് ഓർഡറിൽ എഴുതി നോക്കിയാലോ. നോക്കൂ, 10⁻12 നിങ്ങൾ കണ്ടില്ലേ? ഇതെന്ന് പറഞ്ഞാൽ 1 12 0 വരും. അത്രയും വലിയ സംഖ്യയാണ്. 9.46 × 10⁻12 ആണ് നമുക്ക് വരുന്നത്.
അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം കിടക്കുന്നുണ്ട് അല്ലേ? ഈ 2 സ്ഥാനം മാറുവാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 2 പൂജ്യത്തെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 10⁻12 എന്തായിട്ട് മാറും? 2 സ്ഥാനം മാറുക പറഞ്ഞാൽ 2 0 ഇങ്ങോട്ട് വരുമ്പോൾ 2 സ്ഥാനം മാറുമ്പോൾ 10⁻10 ആയിട്ട് മാറുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇത് 946 × 10⁻10 ആണ്. 2 സ്ഥാനം മാറ്റാൻ വേണ്ടി 2 പൂജ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തതാണ്, ഇൻറ്റു ചെയ്തതാണ്, ഇങ്ങനെ വരാം. ഇനി എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 9 4 6 പിന്നെ എത്ര പൂജ്യമുണ്ട്? 10 പൂജ്യം. 1 2 3 4 5 6 7 8 9 10 ഇത്രയും കിലോമീറ്റർ. ഇത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷേ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. കിട്ടിയോ? സോ നമ്മൾ അസ്ട്രോണമിക് യൂണിറ്റ് പഠിച്ചു, പ്രകാശവർഷം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരാളെ കൂടി പഠിക്കാനുണ്ട്, പാർ സെക്കൻഡ് എന്ന് പറഞ്ഞ സാധനം. പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരുപാട് നക്ഷത്രക്കൂട്ടങ്ങൾ, ഗാലക്സികൾ അല്ലേ? കേട്ടിട്ടില്ലേ ഗാലക്സികൾ? നമ്മുടെ ഗാലക്സി ഏതാണ്? നമ്മുടെ ഗാലക്സിന്റെ പേര് താഴ്ന്ന് കമന്റ് ചെയ്യാവോ? നമ്മളിപ്പോൾ ജീവിക്കുന്ന നക്ഷത്രക്കൂട്ടം ഗാലക്സി അറിയാവോ? ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. എന്തായാലും ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആരുപയോഗിക്കുന്നത്? പാർ സെക്കൻഡ് ഉപയോഗിക്കുക കേട്ടോ, നക്ഷത്രക്കൂട്ടങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ. ഇത് 3.26 പ്രകാശ വർഷമാണ്. 3.26 ലൈറ്റ് ഇയർ. പഠിച്ചു വെക്കണം. ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അസ്ട്രോണമിക് യൂണിറ്റ് എന്തിനാ ഉപയോഗിക്കുന്ന അറിയാവോ? ഇത് പ്ലാനറ്റുകൾ തമ്മിലുള്ള അകലം അളക്കാൻ, ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഇയർ എന്തിനാ ഉപയോഗിക്കുക? സ്റ്റാർസ് തമ്മിലുള്ള അകലം അളക്കാൻ. ഓക്കെ, ഇപ്പൊ കണ്ട പാർ സെക്കൻഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇവര് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ. ക്ലിയർ ആണ്? സെറ്റ് ആണ്? സോ ഇതൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാം, സിമ്പിൾ ആയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ ശൂന്യത. വാക്വത്തിന്റെ മലയാളം ശൂന്യത എന്നാണ് കേട്ടോ. ശൂന്യതയിലെ പ്രകാശ വേഗത, ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രകാശം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ശൂന്യതയിലെ പ്രകാശ വേഗത എന്ന് പറഞ്ഞാൽ അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. എന്താണ് വാക്വം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലാത്ത അവസ്ഥയാട്ടോ. ഖരമില്ല, ദ്രാവകമില്ല, വാതകമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് വാക്വം സ്പേസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സം ഇവിടെ കൊടുത്ത എത്ര വരും? 3ഉം എത്ര സീറോയും വരും? 3ഉം 8 സീറോസും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഇതാ ഇങ്ങനെയൊക്കെ വരും, 3 × 10⁸ കിലോമീറ്റർ/സെക്കൻഡ് ഓപ്ഷൻ വരും. ഉത്തരം തെറ്റാണ്. നമ്മുടെ ആൻസർ ഏതാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് എത്രയാണ്? 3ഉം എത്ര സീറോയും വരും? 3ഉം 8 സീറോയും. 1 2 3 4 5 6 7 8 സീറോസ് വന്നാൽ എന്തായി? ഇത് 30 crore ആണ് കേട്ടോ. 30 കോടി മീറ്റർ/സെക്കൻഡ് ആണ്. ഈ മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ ആക്കാൻ പറ്റുമല്ലോ. അതായത് ഇവിടെ മീറ്റർ/സെക്കൻഡ് അല്ലേ, എനിക്കത് കിലോമീറ്റർ/സെക്കൻഡ് കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര സീറോസ് കട്ടായി പോവും? 3 സീറോസ് കട്ടായി പോയാൽ ബാക്കി എത്ര സീറോസ് ഉണ്ട്? 5 സീറോസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, 3 and 5 zeros. 2 3 4 5. ഇത്രയും കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ് വരും. അതായത് 3 ലക്ഷം കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ്. ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം പഠിക്കാനുണ്ട്. എന്താണ്? വാക്വത്തില് എത്രയാണ്? വാക്വത്തില് 3 × 10⁸. ശൂന്യത്തിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ പ്രകാശം നമ്മുടെ വാക്വത്തിൽ കൂടെ മാത്രമാണ് പോകുന്നത്, അല്ല വെള്ളത്തിൽ കൂടെ പോവും ഇല്ലേ? അതേപോലെ ഗ്ലാസ്സിലൂടെ പോവും, ഡയമണ്ട് കൂടെ പോവും. ഇതിലൂടെയൊക്കെയുള്ള സ്പീഡൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. വാക്വത്തിനെക്കാട്ടും കട്ടി കൂടിയ അടുത്ത ആളാണ് വാട്ടർ, ജലം എന്ന് പറയുന്നത്. വാട്ടറിനെക്കാട്ടും കട്ടി കൂടുതലാണ് ഗ്ലാസ് എന്ന് പറയുന്ന ആള്. ഏറ്റവും കട്ടി കൂടിയ ആളാണ് ഡയമണ്ട്, വജ്രം. ശരിയല്ലേ? കട്ടി കൂടുന്ന ഈ ഒരു ക്രമം പഠിച്ചു വെക്കണം. വാക്വം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. നമുക്കിതറിയാം. വാക്വം എത്രയാണ്?
3 × 10⁸ ആണ്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഗ്ലാസ്സിൽ അത് 2 × 10⁸ ആണ്. എത്രയാണ്? 2 × 10⁸ ആണ് കേട്ടോ. ഇത് രണ്ടും പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഇനി ബാക്കിയുള്ളത് നമുക്ക് എഴുതി നോക്കാം. വാട്ടറിൽ അത് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഡയമണ്ടിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ പഠിച്ചെടുക്കും? വളരെ ബുദ്ധിമുട്ടല്ലേ പഠിക്കാൻ? ഞാൻ ആദ്യം പറയാണ്, ഇത് രണ്ടും പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, വളരെ എളുപ്പമല്ലേ. 2, 3 പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി ഇങ്ങനെ ആലോചിച്ചാൽ മതി, 3ൽ നിന്നും 0.75 കുറച്ചാൽ 2.25 ആയി, 2ൽ നിന്നും 0.75 കുറച്ചാൽ 1.25 ആയി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? സോ ഇങ്ങനെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. സോ ഇതേപോലെ ലൈറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് ഞാൻ വരും. 5-ാം തീയതി കൃത്യം 8 മണിക്ക് ഞാൻ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട USSലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ചോദ്യവും നമ്മളൊന്ന് പഠിക്കും. സോ എല്ലാവരും വരണം, അടിപൊളിയായിട്ട് പഠിക്കണം. സോ മറക്കരുത്, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. നിങ്ങൾ ഇന്ന് ഞാൻ എടുത്ത ഈ ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ താഴെ നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോനെ പറ്റി അഭിപ്രായം എഴുതണം. കൂടാതെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരം പറയണം. അതായത് നക്ഷത്രക്കൂട്ടങ്ങളുടെ പേര് നമ്മുടെ ഗാലക്സി ഏതാണ്, നമ്മൾ ഏത് ഗാലക്സി ജീവിക്കുന്നത് നമുക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയാം, ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഹിൻ്റൊന്നും വേണ്ടല്ലോ. ആകാശം എന്നാണ് തുടങ്ങുക. ഓക്കെ, മിൽക്കുന്നു അതിലുണ്ട്. നല്ല രസമാണ്, ഒന്ന് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചെയ്യുക. നല്ല ക്ലാസ്സാണ്, മസ്റ്റായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, മസ്റ്റായിട്ടും ഇന്ന് 8 മണിക്ക് നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വരും. ഓക്കെ, നമുക്ക് കാണാം. ബൈ.